ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഷിരൂരിൽ നിന്ന് വലിയൊരു സന്തോഷകരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വീട്ടുകാരുടെ ആ ഒരു വലിയ ഒരു കാത്തിരിപ്പിന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിരൂരിൽ നിന്നൊരു ബോഡി കണ്ടെടുത്തിരിക്കുന്നു. കടൽ തീരത്ത് നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നു. ആദ്യമേ കടൽ തീരത്ത് ഒരു അന്വേഷണം വേണമായിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു. കാരണം ഗംഗാവലിയും ഈ കടൽ തീരവുമായിട്ട് വലിയ ദൂരമില്ല. ഒരുപക്ഷെ അർജുൻ മരിച്ചതാണെങ്കിൽ അർജുൻ്റെ ബോഡി കടലിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ അന്നൊന്നും അത് അന്വേഷിച്ചില്ല. അതിനുള്ള സാധ്യത എല്ലാവരും തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അർജുൻ്റെ ബോഡി നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, ഒരു ബോഡി കിട്ടിയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച മത്സ്യത്തൊഴിലാളിയുടെ മിസ്സിംഗ് ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ആ ഒരു മത്സ്യത്തൊഴിലാളി ആയിരിക്കാം എന്ന് വേണമെങ്കിലും സംശയിക്കാം. അർജുൻ മിസ്സിംഗ് ആയിട്ട് ഏതാണ്ട് 20 ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായി ജീർണിച്ച നിലയിലാണ് ബോഡി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒട്ടുമേ തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ജീർണനാവസ്ഥയിലാണ് ബോഡി. ഒരുപക്ഷെ ഇതിന്റെ കാലപ്പഴക്കം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റിൽ വന്ന ബോഡി ആയിരിക്കാം. അത് അർജുൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. എനിവേ DNA ടെസ്റ്റിന് വേണ്ടി വീട്ടുകാർ തയ്യാറെടുക്കുകയാണ്. ഒപ്പം തന്നെ അർജുൻ്റെ അളിയൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായും ഇതിനൊരു ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. അത് ആശ്വാസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ഇൻഷുറൻസ് എങ്കിലും ക്ലെയിം ചെയ്യണമെങ്കിൽ വീട്ടുകാർക്ക് അർജുൻ മരണപ്പെട്ടെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം മിസ്സിംഗ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. നേരത്തെ അർജുൻ്റെ ഒരു അപ്ഡേറ്റും ഇല്ലാതിരുന്നപ്പോൾ അർജുൻ മരിച്ചു, അർജുൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്ന് പറഞ്ഞ് മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾ കാണിച്ച തന്തയില്ലാത്ത പരിപാടി ഞാൻ അന്ന് വിമർശിച്ചിരുന്നു. സോ ഈ ഒരു DNA ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം അർജുനാണ് മരണപ്പെട്ടതെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അന്നേരമാണ് അർജുൻ ആദരാഞ്ജലികൾ എന്ന് പറയേണ്ടത്. കാരണം ഒരാൾ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ മിസ്സിംഗ് എന്ന് തന്നെ പറയാൻ പാടുള്ളൂ. അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച് ബോഡി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അത് തന്തയില്ലാത്ത പരിപാടിയാണ്. സോ ഇവിടെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു കാലയളവ് വെച്ച് നോക്കുമ്പോൾ, അതായത് 20 ദിവസത്തെ ആ ഒരു പഴക്കം വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഒരു ഇൻസിഡന്റിൽ ഒഴുകി വന്ന ബോഡി ആവാനാണ് ചാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ ആവാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ മറ്റൊരു ആശ്വാസം ഉണ്ടാവുന്നത്, അതായത് അർജുൻ്റെ വീട്ടുകാരുടെ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം, ഒരുപക്ഷെ ഇത് അർജുൻ്റെ ആണെങ്കിൽ, അതായത് അവർക്കൊരു ഭൗതിക ശരീരമെങ്കിലും കിട്ടി അത്തരം ചടങ്ങുകളൊക്കെ നടത്താനുള്ള ഒരു ആവശ്യം കൂടി അവർക്ക് കിട്ടും. നമ്മളൊരുപക്ഷെ ലോകത്തുള്ള എല്ലാവരും ആഗ്രഹിച്ചത് അർജുൻ ജീവനോടെ തിരിച്ചു വരണം, അല്ലെങ്കിൽ അർജുൻ്റെ ബോഡി ഇതുപോലെ കിട്ടരുത്, അർജുൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. സോ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇത് അർജുൻ ആവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കും, അത് മത്സ്യത്തൊഴിലാളിക്ക് ഒരു വിലയില്ലേ എന്ന് ചോദിക്കും. അതങ്ങനെയല്ല. കാരണം അർജുന് വേണ്ടി മലയാളികൾ കാത്തിരുന്നത് ദിവസങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ചാണ്. അത്തരത്തിലൊരു ഇമോഷണൽ ഒരു സ്റ്റോറിയാണ് അർജുൻ്റെ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, അതും ഇതിനോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിരിക്കുന്നു. കേരള സർക്കാർ ജോലി കൊടുത്തിരിക്കുന്നു. ഷിരൂരിൽ കാണാതായ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകുമെന്നാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു അർജുൻ്റെ മിസ്സിങ്ങിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെ 100ൽ 100 പേരും അർജുന് വേണ്ടി കാത്തിരിക്കുകയും അർജുന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. എന്നാൽ ഈ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നു എന്നുള്ള ഈ ഒരു പോസ്റ്റിന്റെ താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയേക്കുന്ന ഒരു കമന്റ്, റോഡ് ടാക്സ് അടച്ച റോഡിലെ കുഴിയിൽ വീണ് മരിച്ച എല്ലാ ആളുകൾക്കും സർക്കാർ ജോലി നൽകുക എന്നുള്ളൊരു ആക്ഷേപ കമന്റാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ലൈക്കും കിട്ടിയിട്ടുണ്ട്. മറ്റൊരാൾ പറയുന്നത്, ജോലി കൊടുത്തോളൂ, പക്ഷേ ഇതുപോലെ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ട എത്രയോ പാവപ്പെട്ട ഡ്രൈവർമാരുണ്ട്, അവർക്കും ജോലി കൊടുക്കാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായവർക്കും ജോലി കൊടുക്കണം എന്ന് പറയുന്നു. ആഗ്രഹിച്ച ഒരു വാർത്ത, സന്തോഷം. അതുപോലെ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്കും ജോലി കൊടുക്കണം. പാർട്ടിക്കാരനായത് ഭാഗ്യം, അല്ലായിരുന്നെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല. CPIM-കാരനായതുകൊണ്ട് ജോലി കൊടുത്തു. ഷിരൂരിൽ കാണാതായ അർജുൻ CPIM-കാരനാണ്, അല്ലാതെ ഇത്ര സ്നേഹം കാണിക്കില്ല. സഹകരണ ബാങ്കാണ്, എത്ര കാലം പ്രവർത്തിക്കുമെന്ന് അറിയില്ല. നാട്ടിലെ സഹകരണ ബാങ്കുകളുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. കർണാടക സർക്കാർ 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. അത് നല്ല കാര്യമാണ്, കൊടുത്താൽ നല്ലത്. പക്ഷെ CPIM-കാരനായതുകൊണ്ട് കൊടുത്തത് ശരിയായില്ല. ജോലി കൊടുക്കുന്നതിൽ യോജിപ്പില്ല. എന്താ ജോലി നൽകുന്നതിന്റെ അടിസ്ഥാനം? അപകടം ഫേമസ് ആയതാണോ, അതോ പാർട്ടി അനുഭാവി ആയതാണോ? അല്ലാതെ അപകടത്തിൽ മരിക്കുന്ന ഡ്രൈവർമാരെ സഹായിക്കാനല്ല, അത് ഉറപ്പ്. വെരി ബാഡ്. മറ്റൊരാളുടെ ഉദ്യോഗാർത്ഥിയുടെ അവസരം, പ്രയത്നം ഒന്നും വിലയില്ലേ? അപകടത്തിൽ മരിക്കുന്ന ആദ്യമായാണോ? പുള്ളി ഗവൺമെന്റ് സെർവന്റ് ആയിരുന്നു? ഒരാളുടെ ചോദ്യമാണ് ശ്രദ്ധേയമായ. വാർത്താ ശ്രദ്ധ നേടിയവർ മാത്രമാണോ ഇത്തരം കാര്യങ്ങളിൽ അർഹരായവർ എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത്. CPM-കാർക്ക് മാത്രം മാറ്റിവെക്കുന്ന പണി എങ്ങനെ അവർക്ക് കൊടുക്കും എന്നാണ് ആദർശ് ബ്ലോഗർ ചോദിക്കുന്നത്. ഇതുപോലെ വയനാട് ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും ജോലി കൊടുക്കണം, എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. PSSC ഗുദാഹവ.
അയാളുടെ കാര്യത്തിൽ വിഷയമുണ്ടെങ്കിലും ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കൂ. ഒരുപാട് സ്ത്രീകൾ കൂലിപ്പണി എടുത്ത് PSC പഠിക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത സിംഗിൾ മദറായിട്ട് കഴിയണ എല്ലാവർക്കും ജോലി കൊടുക്കുമോ? ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1000-ലധികം പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 90% ആൾക്കാരും ഈ ഒരു പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ടാണ്, സർക്കാരിനെയും ഈ ജോലി നേടാൻ ഈ കുട്ടി അർഹതയുള്ളവളല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഇതേ വ്യക്തികൾ തന്നെയാണ് അർജുന് വേണ്ടി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നതും, അർജുന് വേണ്ടി പ്രാർത്ഥിച്ചതും, അർജുന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും. എന്നാൽ ഇപ്പോൾ അവരുടെയൊക്കെ സ്വഭാവം മാറി. അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് അർജുൻ ജീവിക്കട്ടെ, അർജുൻ ഒരു ഗവൺമെന്റ് സെർവന്റ് അല്ലായിരുന്നു എന്നാണ് അവർ പറയുന്ന കാരണം. ഒരുപക്ഷെ അതൊക്കെ ശരിയായിരിക്കാം. എന്നാൽ പോലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അർജുന്റെ ഭാര്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അർജുനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒരുപക്ഷെ വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങി വന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കുടുംബത്തിന്റെ വിൽപ്പവറൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ വീട്ടുകാരെ ധിക്കരിച്ചു വന്ന ഈ പെൺകുട്ടിയോട് ഇപ്പോഴും എതിരുള്ള ആളുകൾ ഒരുപക്ഷെ ഈ കുട്ടിയെ കളിയാക്കുന്നുണ്ടാവാം. അവളുടെ എടുത്തുകാട്ടത്തിന് കിട്ടിയ കൂലി കണ്ടില്ലേ, അങ്ങനെയും പറയും. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു അവസ്ഥ ഏതാണ്, അങ്ങനെയും പറയും. മര്യാദയ്ക്ക് വീട്ടുകാർ പറയുന്നത് കേട്ട് നിന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും. സോ വളരെ പ്രതിസന്ധിയിലായിരിക്കാം ഈ കുട്ടി. കാരണം സ്നേഹിച്ച് കെട്ടിയ ഒരു കുട്ടിയായി പാതി വഴിയിൽ തൻ്റെ പ്രിയതമൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഏറ്റവും അധികം വേദന കടിച്ചമർത്ത് ജീവിതം വെറുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടി. ആ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനം ഏറ്റവും വലിയ കാര്യമാണ്. മുന്നോട്ട് പോകാനുള്ളൊരു വെളിച്ചമാണ്. അതിന് ഈ സർക്കാർ തയ്യാറായി, ഈ ഗവൺമെന്റ് തയ്യാറായി. പല കാര്യങ്ങളിലും ഗവൺമെന്റിനെയും പിണറായി സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്നുണ്ടെങ്കിലും 100% അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത്തരം ഒരു പ്രവൃത്തി ഗവൺമെന്റ് ചെയ്തത് 100% അപ്രീഷിയേറ്റബിൾ ആണ്. ഇവിടെ ഒരു സഹകരണ ബാങ്കിൽ മാത്രമാണ് ജോലി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഉയർന്ന ഹൈ ക്ലാസ് ജോലിയോ അല്ലെങ്കിൽ കളക്ടറേറ്റിലോ ഒന്നും അല്ല ജോലി കൊടുത്തിരിക്കുന്നത്. ഒരു സഹകരണ ബാങ്കിലാണ് ജോലി കൊടുത്തിരിക്കുന്നത്. ആ ഒരു കുടുംബത്തിന്റെ സിറ്റുവേഷനിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ആകാൻ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അത് ഇത്തരത്തിൽ വളച്ചൊടിച്ച് മറ്റുള്ള ആൾക്കാരുടെ ജോലി ഇല്ലാതാക്കി, PSC എഴുതുന്നവരുടെ ജോലി ഇല്ലാതാക്കി എന്ന് പറയുന്ന ഇത്തരം ക്രൂര വിനോദം, അതായത് കപട സ്നേഹം കാണിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ ഒരു ജോലി ആ കുട്ടിക്ക് കൊടുത്തപ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന മലയാളി റാസ്കൽസിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു കുട്ടിക്ക് ജോലി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും തകിടം അറിയാനില്ല. സോ വളരെ നല്ലൊരു കാര്യമാണ് ഗവൺമെന്റ് ചെയ്തതെന്ന് നിസ്സംശയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഒപ്പം തന്നെ ഈ ഒരു ബോഡി കിട്ടിയതെന്ന് പറയുന്നത് അർജുന്റെ ആകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അർജുന്റെ ആണെങ്കിൽ തീർച്ചയായും അതും സന്തോഷകരം തന്നെയാണ്. കാരണം കുടുംബത്തിന്റെ ഒരു കാത്തിരിപ്പിന് അങ്ങനെയെങ്കിലും ഒരു അവസാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.